ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ കാർത്തി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇത് നാട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വയ്യാങ്കരച്ചിറ ടൂറിസം സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പ്ലാൻഡ് ട്രിപ്പൊന്നും അല്ലായിരുന്നു. വാവച്ചിയുടെ ഐഡിയ ആയിരുന്നു ഇവിടെ പോകാന്നുള്ളത്. പിന്നെ താമരക്കുളത്ത് ഇങ്ങനെ ഒരു സ്പോട്ടുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. റീസെന്റ് എന്തോ ആണ് ഓപ്പൺ ചെയ്തത്. ഇതൊരു 110 ഏക്കർ വരുന്ന പ്രോപ്പർട്ടിയാണ്. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പാസ്സൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് പോവാണ്. കൊച്ചച്ചൻ പോയി എൻട്രി പാസ് ഒക്കെ എടുത്തിട്ട് വന്നു. എൻട്രി ഫീസ് പെർ ഹെഡ് 20 റുപ്പീസ് ആണ്. പിന്നെ ഇവിടെ സ്പീഡ് ബോട്ട്, കയാക്കിംഗ്, കൊട്ടവഞ്ചി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെല്ലാം 100 റുപ്പീസ് ആണ് പെർ ഹെഡ് വരുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അതിന് എൻട്രി ഫീ 20 റുപ്പീസ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. നിമിഷത്തിൽ എന്തിനും പറയാൻ എങ്ങനെ തിന്നാൻ അങ്ങനെ കൊച്ചു സ്പീഡ് ബോട്ടിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കൊച്ചു ഇതറിഞ്ഞില്ല. അതിന്റെ ആട്ടോ കൊച്ചുവിന്റെ മുഖത്ത് ആ ഒരു വിഷമം. കൊച്ചു ഓൺ ദ സ്പോട്ടിലാണ് അറിഞ്ഞത്. അതുകൊണ്ട് കൊച്ചുവിന് നിലവിളിക്കാനുള്ള ശബ്ദം കിട്ടിയില്ല, അല്ലെങ്കിൽ ഗ്യാപ്പ് കിട്ടിയില്ല. കൊച്ചുവിന് വെള്ളം, ഹൈറ്റ് എല്ലാം ഭയങ്കര പേടിയാണ്. എനിക്കും ചെറിയ പേടിയുണ്ട്. പക്ഷെ അത് നമ്മൾ അങ്ങോട്ട് കയറുന്നിടം വരെ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലൂടെ നമ്മൾ ഇതാകുന്നിടം വരെയുള്ള ഒരു ഇതേ ഉള്ളൂ. അതിന് മുമ്പ് എനിക്ക് ഭയങ്കര പേടിയാണ്. അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ സെറ്റാണ്. അങ്ങനെ ഞങ്ങൾ കയറി. കൊച്ചുദേക്കിനെ പേടിച്ച് കുറച്ച് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി. നമ്മൾ നോർമലി രാവിലെ വരികയാണെങ്കിൽ നമുക്ക് ആമ്പലൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാമെന്ന് ആ ചേട്ടൻ പറഞ്ഞു. അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കാം. പക്ഷെ നമ്മൾ പോയത് ഈവനിങ്ങിലായിരുന്നല്ലോ. അങ്ങനെ സ്പീഡ് ബോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയ സ്പീഡൊന്നും ഇല്ല, പേടിക്കാനുള്ള സ്പീഡൊന്നും ഇല്ല. അങ്ങനെ സ്പീഡ് ബോട്ട് പോയി കഴിയുമ്പോൾ ഇതിൻ്റെ നടുക്ക്, നമ്മുടെ ഈ ചിറയുടെ നടുക്കൊരു ഹട്ടുണ്ട്. അപ്പം നമ്മളെ ഹട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിടും. എന്നിട്ട് ഹട്ടിലുള്ള ആൾക്കാരെ നമ്മുടെ സ്പീഡ് ബോട്ടിൽ കയറ്റി തിരിച്ചു കൊണ്ടുപോയാൽ, എന്നിട്ട് അടുത്ത ആൾക്കാരെയും കൊണ്ട് സ്പീഡ് ബോട്ട് വരുന്ന ടൈമിൽ ഹട്ടിൽ ഇറക്കിയിട്ട് നമ്മളെ അവിടെ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകും. അതാണ് ഇതിൻ്റെ ഒരു ലത്. മൊത്തത്തിലൊരു 15 to 20 മിനിറ്റ്സ് ഉള്ളൊരു മൊത്തത്തിലുള്ളൊരു റൈഡാണിത്, നമ്മളിവിടെ നിൽക്കുന്നതും കൂടി കൂട്ടിയിട്ട്. അപ്പം നമുക്ക് ഇവിടെ വന്ന്, ഇതാണ് കേട്ടോ ഹട്ട്. അപ്പം ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ചെയർസൊക്കെ ഇരിപ്പുണ്ട്, നമുക്ക് അവിടെയൊക്കെ ഇരിക്കാം. പിന്നെ ഒരു ഫ്ലാസ്കിൽ ചായയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് എൻജോയ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, പിന്നെ അധികം ടൈമൊന്നും ഇവിടെ നമ്മളെ ഇരുത്തില്ല. അവർ വന്ന് നമ്മളെ വിളിച്ചോണ്ട് പോകും. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേട്ടനില്ലാണ്ട് ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ മാത്രം ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു ദിവസങ്ങളായിരുന്നു കേട്ടോ ഇപ്പൊ കടന്നുപോയത്. ചേട്ടന് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ പഴയ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ അടിച്ചു വിളിച്ച് നടക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 1 ഇയർ ആകാറായെങ്കിലും അയ്യോ കല്യാണം കഴിഞ്ഞു പോയല്ലോ എന്നൊരു ഫീലൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ആൻഡ് നമ്മൾ തിരിച്ച് സ്പീഡ് ബോട്ടിൽ കയറി നമ്മളെ തിരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചേട്ടൻ പറയാണ് ഫോണൊക്കെ സൂക്ഷിച്ചോണം. കഴിഞ്ഞ ദിവസം RTO 1.5 ലക്ഷം രൂപയുടെ ഒരു ഫോണൊക്കെ ഇതിനകത്ത് പോയിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പോയാ പോയി എന്നൊക്കെ. ഞാനൊരു 7 ഡേയ്സിലേക്കായിരുന്നു കേട്ടോ നാട്ടിൽ വന്നതും. പിന്നെ നാട്ടിൽ വന്ന് നിന്ന് അതൊരു 10 ഡേയ്സ് ആയി. ഇനി തിരിച്ചു പോകാൻ ഒരു 2-3 ഡേയ്സ് കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ വന്നിട്ട് ഇതുവരെ ഞാൻ നിലത്ത് നിന്നിട്ടില്ല. ഫുള്ളി ഓക്യുപ്പൈഡ് സ്കെഡ്യൂൾസ് ആയിരുന്നു. പപ്പയുടെയും അമ്മയുടെയും കൂടെ കറക്കവും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള കറക്കവും അങ്ങനെ ഇങ്ങനെ ഡേയ്സ് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോയി കഴിയുമ്പം ഇതെല്ലാം ഒരുപാട് മിസ് ചെയ്യും. പിന്നെ ഈ കാണുന്നതെല്ലാം ആമ്പലാട്ടോ. ഈവനിങ് ആയതുകൊണ്ട് അതൊക്കെ വാടി തളർന്ന് കിടക്കുകയാണ്. രാവിലെ അതൊക്കെ വിരിഞ്ഞു നിൽക്കും എന്ന് ചേട്ടൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ കരയിലെത്തിയിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു കുഞ്ഞ് കഫേ ഒന്നും അല്ല, ചെറിയൊരു ചായക്കട സെറ്റപ്പ് കണ്ടു. അപ്പൊ അവിടെ കയറി നല്ല ചൂട് ചായയും ചൂട് മുളക് ബജിയും ചമ്മന്തിയൊക്കെ കഴിച്ചു. അവിടെ ബാക്കിൽ ആ ചേച്ചി ഇങ്ങനെ മുളക് ബജി ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പോകാൻ നേരത്ത് എൻട്രൻസിൽ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പൈനാപ്പിൾ വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി.